വാസ്തവത്തിൽ ഭക്തിയും ജ്ഞാനവും രണ്ടല്ല. രണ്ടിൻ്റെയും ലക്ഷ്യം ആത്മനിഷ്ഠയാണ്. മാർഗങ്ങൾ തമ്മിൽ അല്പ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണ് എന്ന് മനസ്സുകൊണ്ട് നേതി മുന്നോട്ട് നീങ്ങും. ഭക്തനാകട്ടെ ഞാൻ ഒന്നുമല്ല, എല്ലാം നീയാണ് എന്ന് സങ്കല്പിക്കുന്നു. ഇരുവട്ടരും മനസ്സിനെയാണ് ഉപകരണമാക്കുന്നത്. ഭാവനയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാനിവിടെ ആത്മാവും ഭക്തൻ്റെ ഈശ്വരനും ഒന്ന് തന്നെയാണ്. അവസാനത്തിൽ രണ്ടുപേരും എത്തിച്ചേരുന്ന ഒരേ ഭാവത്തിൽ തന്നെയാണ്. ശരിയായി ജ്ഞാനമറിഞ്ഞു പോകുന്ന ഭക്തൻ എല്ലാവരിലും ഈശ്വരനെ കാണും, എല്ലാത്തിലും ഈശ്വരനെ കാണും. കൊടുക്കുന്നതും വാങ്ങുന്നതും തരുന്നതും പിടിക്കുന്നതും ഒക്കെ ഈശ്വരനായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ എല്ലാത്തിനെയും ആത്മാവായിട്ട് കാണും. തുടക്കത്തിൽ തൻ്റെ സർവസ്വവുമായ ഭഗവാനിൽ ഏകാന്ത ഭക്തിയാണ് ഭക്തൻ ആഗ്രഹിക്കുന്നത്. ഈശ്വരനല്ല മറ്റൊന്നിനെക്കുറിച്ച് ഭക്തന് ശ്രദ്ധയോ താല്പര്യമോ ഇല്ല. ആ ഏകാന്ത പ്രേമം കൊണ്ട് ഭക്തനിൽ ലോകത്തോട് തെല്ല് വിമുഖതയും വരും. അതായത് ശരിയായ ലക്ഷ്യം വരുമ്പോൾ ആ പുഷ്പത്തിൻ്റെ ഇലകൾ തന്നെ കൊഴിഞ്ഞു പോകുന്ന പോലെ മറ്റുള്ളവനോട് വൈരാഗ്യം ഉണ്ടാകും. അന്ധനായ സൂർദാസ് വൃന്ദാവനത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ എവിടെ നിന്നും ഒരു കുട്ടി സൂർദാസ് സഹായിക്കാനായി എത്തി. അവൻ്റെ സംഭാഷണം കേട്ട് സൂര്യദാസിന് ആ കുട്ടിയോട് വല്ലാത്തൊരു ആകർഷണം തോന്നി. ഒന്നിച്ച് നടന്ന് വൃന്ദാവനത്തിൽ എത്താറായി. അപ്പോൾ ഒരു ചിന്ത സൂര്യദാസിൻ്റെ മനസ്സ് തെളിഞ്ഞു. ഇവൻ സാക്ഷാൽ കണ്ണൻ തന്നെ എന്നാൽ സൂര്യദാസിൻ്റെ മനസ്സിലിങ്ങനെ തെളിയുകയാണ്. പെട്ടെന്ന് സൂര്യദാസ് മുന്നോട്ടാഞ്ഞ് ആ കുട്ടി ഇരുകൊണ്ടും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച്. അപ്പോൾ സൂര്യദാസിൻ്റെ കയ്യിൽ നിന്ന് കണ്ണൻ കുതിരി ഓടി അപ്രത്യക്ഷനായി. അപ്പം സൂര്യദാസ് പറയാണ്, അന്ധനായ കൈകളിൽ നിന്നും കുതിരി ഓടാൻ നിനക്ക് കഴിയും, എൻ്റെ ഹൃദയത്തിൽ നിന്നും കുതിരി ഓടാൻ നിനക്ക് ഒരിക്കലും കഴിയില്ല. ഭക്തി കണ്ട് കൃഷ്ണൻ സന്തോഷിച്ച് അങ്ങനെ സൂര്യദാസിന് കാഴ്ച നൽകിയെന്നാണ്. എന്ന് വെച്ചാൽ അവിടെ ജ്ഞാനം വന്നു, സൂര്യദാസിന് ജ്ഞാനം വന്നു. ജ്ഞാനം രണ്ട് രീതിയിലുള്ള കണ്ണിൻ്റെ ഉണ്ട്. കണ്ണ് കിട്ടിയെന്ന് മാത്രമല്ല, ആ ജ്ഞാനം മനസ്സിലാക്കിയുള്ള ഭക്തിയാണ് സൂര്യദാസിൻ്റെ. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ കണ്ണ് കാഴ്ച കൊടുത്തില്ല. അപ്പോൾ കണ്ണരൂപം സൂര്യദാസ് കൺകുളിർക്കെ കണ്ട്. അത് സൂര്യദാസ് അടുത്ത ക്ഷണം ഇങ്ങനെ അപേക്ഷിച്ചു, കൃഷ്ണ അങ്ങ് തന്ന കാഴ്ച തിരിച്ചെടുക്കും. എൻ്റെ കണ്ണിന് കാഴ്ച തന്നല്ല, അത് തിരിച്ചെടുക്കും. നിന്റെ രൂപം കണ്ട കണ്ണുകൊണ്ട് ഇനി ഈ ലോകത്തെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൃഷ്ണ അത് അംഗീകരിച്ച് പിന്നെ സൂര്യദാസിനെ ധനാക്കിയെന്ന കണ്ണ് മാറ്റിയെന്ന് പറഞ്ഞത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് എന്ന് എവിടെയും അദ്ദേഹം കണ്ണനെ തന്നെ ദർശിച്ചു. ഭക്തിയുടെ പൂർണ്ണതയിൽ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനുമായി ഭക്തൻ ദർശിക്കുന്നു. അവിടെ പിന്നെ തള്ളാനും കൊള്ളാനും ഒന്നുമില്ല. ഓരോ അണുവിലും ഈശ്വര ചൈതന്യം തുടിച്ചു നിൽക്കുകയാണ്. പുഴുവിലും പുൾക്കുഴിലും ഈശ്വരനെ ദർശിച്ച് ഭക്തനെ ആരാധിക്കും. ഒരു ഉറുമ്പിനെ പോലും നമസ്കരിക്കുന്ന ഭാവം അവനിൽ വളരുന്നു. എന്നുവെച്ചാൽ ഈശ്വരന് ഭിന്നമായ ഒന്നുമില്ല എന്നുള്ളതാണ്. എല്ലാം ഈശ്വരത്വമായി തന്നെ ഉണ്ട്, നോവിക്കുന്നില്ല. ആ ഒരു ഭാവം, അതിൻ്റെ വേദനയും തൻ്റെ വേദനയായിട്ട് തന്നെ കണ്ടുകൊണ്ട് പോകാനുള്ള ഭാവം കിട്ടും. ആ ജ്ഞാനം മനസ്സിലാക്കിയുള്ള ഭക്തന് അന്ന് നീ കുചേലനാകും, അല്ലെ കുബേരനാകും. കുചേലനും ആ ഒരു ഭാവം ഉണ്ടാകും. കുബേരൻ്റെ ഭാവം സർവ്വനിലാണ്. കുചേല ഭാവത്തിലും അവിടെ പ്രാപിക്കാം, കുബേര ഭാവത്തിലും ചെയ്യാം. പക്ഷെ ശാസ്ത്രം തത്വങ്ങളെ ശ്രവിച്ച് പോകുമ്പോഴാണ് ആ ജ്ഞാനം വരുന്നത്. ആ ജ്ഞാനത്തിൽ വിനയം അഹങ്കരിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് സർവ്വതിനോടുള്ള ആദരവ്, എല്ലാത്തിനോടുള്ള ആരാധന, വിനയം, അതാണ് യഥാർത്ഥ ഭക്തി. മറ്റുള്ളവരിൽ ഈശ്വരനെ ദർശിച്ച് സ്നേഹിക്കുക, സേവിക്കുക, അത് ഉത്തമ ഭക്തി തന്നെയാണ്. അതാണ് ഉത്തമ ഭക്തി. അതൊരു നാണയത്തിന് രണ്ട് വശം പോലാണ്. ഭക്തിയും ജ്ഞാനവും അവിടെ രണ്ടാകുന്നില്ല. ജ്ഞാനത്തോടുള്ള ഭക്തിയാണ്, ജ്ഞാനം മനസ്സിലാക്കിയുള്ള ആ ഭക്തി രണ്ടിലേക്കല്ല, ഏകത്വത്തിലേക്ക് തന്നെയാണ്. തന്നെ ഉണർത്താണ്. തന്നിലും മറ്റുള്ളവർ ഈശ്വരനെ കണ്ട് സർവത്തിലും ആ ബ്രഹ്മവൻ തന്നെയാണ് ദർശിക്കുന്നത്. പക്ഷെ ഒന്നുകൂടി ഒരു ആരാധനാ മനോഭാവത്തോടെ പോകുന്നുണ്ട്. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ്. നമ്മൾ ഈശ്വരനിൽ നിന്നും ഭിന്നമല്ല. അതേക്കുറിച്ചുള്ള നേരിയ ബോധം ഇപ്പോൾ തന്നെ നമ്മളിൽ ഉള്ളിലുണ്ട്. അത് വികസിപ്പിക്കണം, ദൃഢമാക്കണം. അതിനുവേണ്ടി നമ്മുടെ മനുഷ്യജീവിതത്തെയും ശരീരത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ ശരീരമാകുന്ന മെഴുകുതിരിയിൽ വിശ്വാസവും ദീപം കത്തിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുക. നമ്മൾ ചിന്തിക്കും,
ഈ ചെറിയ മെഴുകുതിരിയുടെ വെട്ടത്തിൽ ഈ വലിയ അന്ധകാരത്തെ എങ്ങനെ താണ്ടാൻ പറ്റുമോ? നമ്മൾ ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ആ പ്രകാശം അനുസരിച്ച് മുന്നോട്ട് വരും. ആ പ്രകാശത്തിൽ മറ്റുള്ളവരെ നമ്മുടെ അവിടെ നടക്കാൻ സാധിക്കും. ആ ആത്മവിശ്വാസത്തോടു കൂടിയ പ്രയത്നമാണ് നമുക്ക് വേണ്ടത്. ആ ദിശയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം അനുഭവിച്ചറിയാനും നമുക്ക് സാധിക്കും. ഈശ്വരബ്രഹ്മത്തിന്റെ പ്രകാശം മനസ്സിൽ നിറഞ്ഞാൽ നല്ലതും ചീത്തയുമായ എല്ലാ അനുഭവങ്ങളും നമുക്ക് സന്തോഷം നൽകുന്നതായി തീരും. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ അജ്ഞാനമാകുന്ന അന്ധകാരമാണല്ലോ. ഇപ്പം നമ്മൾ കയറിനെ പാമ്പായിട്ടും പാമ്പിനെ കയറായിട്ടുമാണ് കാണുന്നത്. രാത്രിയിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഏതൊരു മുള്ളു കെട്ടിയാലും അല്ലെങ്കിൽ ഒരു കയർ കെട്ടിയാലും പാമ്പെന്ന് പേടിച്ചു കൊടുന്നവരാണ്. അപ്പം ജ്ഞാനമാകുന്ന പ്രകാശം, ടോർച്ച്, ബോധമാകുന്ന ടോർച്ച് നമ്മളുണ്ടെങ്കിൽ ആ അന്ധകാരത്തിൽ നിന്ന് നമുക്ക് ഭയമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും.